ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പിന്നെ ഇന്ന് ഫെബ്രുവരി 14, പ്രേമിക്കുന്നവർക്കും പ്രേമിക്കാൻ പോകുന്നവർക്കും പ്രേമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും കല്യാണം കഴിഞ്ഞവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി വാലന്റൈൻസ് ഡേ. പിന്നെ ഇന്ന് ഞങ്ങളിവിടെ ബീച്ചിൽ വന്നിട്ടുണ്ട്. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം ഇപ്പോൾ ടൈം 5:30 ഗൈസ്. അങ്ങനെ നമുക്കിന്ന് പ്രത്യേകിച്ച് പ്ലാനിങ്ങുകളൊന്നുമില്ല. വാലന്റൈൻസ് ഡേ ആയിട്ട് ഞാൻ ബീച്ചിൽ വന്ന് പിന്നെ ബാക്കി പരിപാടിയൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യാം. അതെ, ഇനി ഞങ്ങൾ ഇനി വെളിയിലോട്ട് ചെല്ലണം. ഇന്നിവിടെ ഞങ്ങളുടെ വിഷ്ണുണ്ണൻ അവരൊന്നും ഇവിടെ തട്ടൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അവർക്ക് ഉത്സവ കച്ചവടമൊക്കെ ആയിട്ട് അവർ ഉത്സവത്തിൻ്റെ കാര്യത്തിനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ന് വലുതായിട്ട് ബീച്ചിലൊന്നും ആരും ഇല്ല. നോക്കാം എങ്ങനെയാണ് എന്നൊക്കെ നോക്കിയിട്ട് വരാം. ബീച്ചിൽ അധികം തിരക്കൊന്നും ഇല്ല. ഇനി പോരാത്തിന് സെക്കൻഡ് സാറ്റർഡേ ആണ്. ഇനിയിപ്പോൾ ആളുകൾ വരുത്തേ ഉള്ളായിരിക്കും. ബീച്ചിൽ ചെന്നിട്ട് കാണാം. ഗൈസ്, ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് ഒരാൾ ഞാനിട്ട ഡ്രസ്സ് അതേ കണക്ക് തന്നെ പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് മാച്ചിങ് ആയിട്ട് ഇട്ട് വന്നിരിക്കുക. എന്റെ ഇടക്കുള്ള പാന്റ്, എന്റെ ഇടക്കുള്ള ടീഷർട്ടിന്റെ ചെറിയൊരു സാമ്യം അത്രേ ഉള്ളൂ. പിന്നെ പോരല്ലോ ജുവല് ഒരു നല്ല പോലൊക്കെ ഒരു മുടിയൊക്കെ അടിയിലായിട്ടൊക്കെ കെട്ടി. പിന്നെ ഏതിനെന്തോ പരിപാടി, ജുവലിന്റെ കൈ കിടന്ന ബ്രേസ്ലെറ്റോ എന്തോ പൊട്ടിച്ച് അങ്ങനെ ഇവിടെ എൻ്റെ മോന്താണ്ട പൊട്ടിച്ചിട്ടിരിക്കുന്നു. ഞാനൊന്നും അറിയാത്ത, ഞാൻ പാവമാണെന്നുള്ള മട്ടിലിരിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ബീച്ചിലോട്ട് ചെന്നിട്ട് ബാക്കി വിശേഷം കാണാം. ഓക്കെ ഗൈസ്, അത്യാവശ്യം തിരക്കൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ബീച്ചിൽ. സെക്കൻഡ് സാറ്റർഡേ കൂടി ആയതുകൊണ്ട് ആർക്കും വർക്കിംഗ് ഡേയ്സും സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും വരാൻ ചാൻസ് കൂടുതൽ. ഇതാണ് ഗൈസ് നമ്മുടെ സച്ചു. വണ്ടിയായിട്ട് നേരെ ബീച്ചിൽ ഇങ്ങോട്ട് വന്നു. വീഡിയോ എടുക്കുന്നപ്പോ അവൻ നൈസിൽ ഓടുവാ. ഗൈസ്, ഇവിടെ എത്തിയപ്പം ഏതെങ്കിലും ചെരുപ്പ് വേണം. അങ്ങനെ ഓരോ ചെരുപ്പ് ഏതെങ്കിലും ഇട്ട് നോക്കുവാണ്. പിന്നെ അവന് വേണ്ടിയിട്ട് ഒരു ചെരുപ്പ് എടുത്തു, ഒരു ഷൂ എടുത്തു. ഏത് ഷൂ ആണ് എടുത്തു? പിന്നെ കുറച്ചുകൂടി വലുതായിട്ടുള്ള ഒരു ഷൂ മേടിച്ചു. അവനവിടെ വേറെ ചെരുപ്പ് നോക്കുക. അടുത്തതായിട്ട് ഇച്ചായൻ്റെ കാർ കളക്ഷനിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാറ് നോക്കുകയാണ്. നമ്മളെപ്പോഴും കാറ് മേടിക്കുന്നത് ഈ ഒരു കടയിലെ ബിനോ ചേട്ടൻ്റെ കടയിൽ നിന്നാണ് മേടിക്കുന്നത്. അങ്ങനെ കാറ് നോക്കുകയാണ് ഇച്ചായൻ. ഹായ് ഗൈസ്, ഞങ്ങൾ കടകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിങ്ങനെ ബീച്ചിലോട്ട് സൺസെറ്റും കണ്ട് ഇങ്ങനെ പയ്യെ നടക്കുക. ഞങ്ങൾ എന്തോ ഇപ്പോൾ ഏതൻ എന്നെ വിളിക്കുന്നത് മാമാന്ന്. ജുവൽ എന്ന് മാമാന്ന് വിളി തുടങ്ങിയോ അന്ന് മുതൽ പപ്പാന്ന് വിളിക്കത്തില്ല. അതിന് പകരം മാമാന്നുള്ള വിളി മാത്രമേ ഉള്ളൂ. ഗൈസ്, പൊന്നൂനാണെന്നുണ്ടെങ്കിൽ ആ കടയിൽ നിന്ന് കോളിഫ്ലവർ മേടിച്ച് കഴിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഇതിൻ്റെ മുകളിൽ പരുന്തുകൾ വന്ന് അവിടുന്ന് മേടിച്ചുകൊണ്ട് പോകുന്നവരെല്ലാം ബ്രാഞ്ചിൽ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുക. ഒരുവിധം പരുന്തുകളൊക്കെ പോയതിന് ശേഷം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അവസാനം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കോളിഫ്ലവർ മേടിക്കാൻ വേണ്ടിയിട്ട്. പരുന്തുകളെ പേടിച്ചുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ബജ്ജിയും കോളിഫ്ലവറും എല്ലാം മേടിച്ച് ഞങ്ങൾ തന്നെ ഇവിടെ വന്നിരുന്നാണ് കഴിക്കുന്നത്. അതും പരുന്തുകളെ പേടിച്ചു. പക്ഷേ ഞങ്ങൾ എപ്പോഴും ബീച്ചിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഒരേ ഒരു ചിന്തയുള്ളൂ, ഞങ്ങൾ ഇവരുടെയൊക്കെ നടുക്ക് വന്ന് ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പം അവരുടെയൊക്കെ പ്രശ്നം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ പ്രശ്നം ഒന്നുമില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ബീച്ചിൽ വരുന്ന സമയത്ത് നമ്മളിവിടെ ചേട്ടൻ ആ കാണുന്ന സൈഡിലാണ് തട്ടിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിൽക്കുന്ന കുറേ ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം വിൽക്കുന്ന ആൾ, കടല വിൽക്കുന്ന ആൾ, അപ്പുറത്ത് ബജ്ജി, ഇവരെല്ലാവരും നമ്മൾ ഭയങ്കര സഹകരണം. അപ്പം നമ്മൾ എങ്ങനെ നോക്കിയാലും അവരുടെയൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെയൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകണക്ക് തന്നെ ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു പോസിറ്റീവ്, ഒരു വല്ലാത്ത വേറൊരു വൈബാണ് ഇവിടെ. നമ്മൾ പ്രതീക്ഷിക്കുന്നതൊക്കെ അല്ല. ഇവിടെ വരുന്ന ഓരോരുത്തരുടെ ഉള്ളിലും ഓരോരോ പ്രശ്നങ്ങളാണ്. അതെല്ലാം മറന്ന് ഓരോരുത്തരെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ബീച്ച് വരും. ഹായ് ഗായ്സ്, ഞങ്ങൾ ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ ഞങ്ങളുടെ അമ്മയുടെ വീട് പള്ളിത്തോട്ടമാണ്, ബീച്ചിൻ്റെ തൊട്ടടുത്ത്. ഞങ്ങളിവിടെ മാമനൊക്കെ ഇവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇവിടുന്ന് വന്നതല്ലേ നേരെ അങ്ങോട്ടൊന്ന് പോയിട്ട് നോക്കിയിട്ട് വരാമെന്ന്. ഓക്കെ, ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവുകയാണ്.
അവിടെ ചെന്നിട്ട് അടുത്ത വിശേഷം. ഇതാണ് ഗായ്സ് നമ്മുടെ ഇളയ മാമൻ്റെ വീട്. ഇവിടെ മാമനും ആൻറ്റിയും ജിജോ ആണുള്ളത്. ഈ പോകുന്നത് ജിജോയുടെ ഫ്രണ്ടിൻ്റെ ഒരു ചേച്ചിയാണ്. ഞങ്ങൾ മുന്നും പുറവുമായിട്ടാണ് കയറിയത്. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ജാൻസിയുടെ ഹസ്ബൻഡ് അച്ചാച്ചനും ഇവിടെ ഉണ്ടെന്ന്. ഞങ്ങളിവിടെ എപ്പോൾ ബീച്ച് ചെന്നാലും ഇവിടെ വരുമ്പോൾ ആൻറ്റിക്കും മാമനും അല്ലെങ്കിലും നമ്മുടെ ഒരു പ്രത്യേക സ്നേഹമാണ്. സാധാരണ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഏതെൻ്റെ കളിയും ചിരിയും ആൻറ്റിക്ക് ഒരു സന്തോഷവും കാര്യങ്ങളും മാമനും ഭയങ്കര സന്തോഷമൊക്കെയാണ്. പക്ഷേ ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ചെറിയൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ട് അതിൻ്റെ പുറകിനായതുകൊണ്ട് വലുതായിട്ട് ഒന്ന് വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. ഞങ്ങൾ അങ്ങനെ മാമൻ്റെ വീട്ടിലെ പരിപാടിയൊക്കെ ഞങ്ങൾ കഴിഞ്ഞു. അവരാണെങ്കിൽ കുറച്ച് ടെൻഷനിലും കാര്യങ്ങളിലും ആയിരുന്നു. ജിജോയുടെ കൂട്ടുകാരിയുടെ ചേച്ചി അവർ വീട്ടിലുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോയിൽ കാണാം. അപ്പം പുള്ളിക്കാരിക്ക് ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും വലുതായിട്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകാൻ പോവാണ്. പോകുന്ന വഴിക്ക് 1-2 സ്ഥലത്തോട്ട് കയറണം. അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ. ഗൈസ്, ഞങ്ങൾ വരാൻ നേരത്തെ ഹൈസ്കൂൾ ജംഗ്ഷനിൽ ഇവിടെ ഇങ്ങനെ ഒരു പുതിയൊരു തട്ടുകട കണ്ട്. തട്ടുകടയിൽ ഞങ്ങൾ വിചാരിച്ചത് ദോശയും ചമ്മന്തിയും സാമ്പാറും മുട്ടയൊക്കെ ആയിട്ട് ഒന്ന് കഴിക്കാമെന്ന്. ഞങ്ങളെന്നാൽ പോയി വരാം ഗൈസ്. പൊന്നും ഏതനും ജുവലും പോയി സീറ്റൊക്കെ പിടിച്ച് നേരത്തെ പോയി. ഇതാണ് ഇവിടെ ഏതൻ്റെ കുറച്ച് കലാപരിധികളൊക്കെ നിങ്ങൾക്ക് കാണാം. ഏതിനും ജോലി ഏത് നേരവും അടിയാണ്. ഗൈസ്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഈ ബോയ്സ് സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള കടയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതും കൊച്ചു തട്ടുകടയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഗൈസ്, ഏതിൻ്റെ ഓരോ കലാവിരുന്നുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. പപ്പടം പറഞ്ഞിട്ടുണ്ട്, 2 ബുൾസയും പറഞ്ഞിട്ടുണ്ട്, 2 ഓംപ്ലേറ്റും പറഞ്ഞിട്ടുണ്ട്. ഇനി വരും. ഞങ്ങളെല്ലാം വെയിറ്റിങ്ങിലാണ് ബാക്കിയുള്ളതെല്ലാം. ഓക്കെ, ഇവിടെ വേറെ വലുതായിട്ടൊന്നും കിട്ടില്ല. കൊച്ചു രീതിയിൽ ചെറിയ തട്ടുകടയാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഗായ്സ്, വേറെ എല്ലാവർക്കും എല്ലാം വന്നു. ഇതാണ്ട് ഏതിനും ഇവിടെ ഇരുന്ന് ബുൾസ കഴിക്കുകയാണ്. പൊന്നും കൂടെ കഴിച്ച് കഴിഞ്ഞു. ചൂരി തന്നെ കഴിച്ച് തീർന്നില്ല, ഇനിയുണ്ട്. വയറ് നിറഞ്ഞ് കഴിക്കാൻ വയ്യെന്ന് പറഞ്ഞിരിക്കുക. എനിക്കാണെങ്കിൽ ഒട്ടും വയ്യ, മതിയായി. 4 ദോശയേ ഉള്ളൂ, പക്ഷേ വയറ് നിറഞ്ഞു. ഇവിടുത്തെ ഒരു ചേട്ടനാണ് കുക്ക്. ഒരു രക്ഷയില്ല. ചേട്ടൻ്റെ മനസ്സുപോലെ തന്നെ നമ്മുടെ വയറും നല്ല രീതിയിലാണ് നിറയുന്നത്. അടിപൊളി ടേസ്റ്റായിരുന്നു. 2 തരം ചമ്മന്തി, സാമ്പാർ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഗൈസ്, അങ്ങനെ നമ്മളെ കഴിച്ചതിൻ്റെ ബില്ലടയ്ക്കാൻ വേണ്ടി ഈശാൻ അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഇത് ലൊക്കേഷൻ വരുന്നത് ഇത് നമ്മളെ ഹൈസ്കൂൾ ജംഗ്ഷനിലുള്ള ബോയ്സ് സ്കൂളാണ്. ബോയ്സ് സ്കൂളിലോട്ട് കയറുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ തട്ടുകടയിൽ നിന്നാണ് നമ്മൾ കഴിച്ചത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. നമ്മളെ വീട്ടിലൊക്കെ ചെയ്യുന്ന കണക്ക് നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ ദോശയൊക്കെ കഴിച്ച് ബില്ലൊക്കെ പേ ചെയ്തു. ഇനി നേരെ നമ്മൾ കാറിലോട്ട് പോവുകയാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആയിട്ട് രാവിലെ എന്ന് വെച്ചാൽ എനിക്ക് കുറേ ചോക്ലേറ്റൊക്കെ മേടിച്ച് തന്നു. തിരക്കിനിടയ്ക്ക് എനിക്കത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ അതിൻ്റെ ഫോട്ടോ ഞാൻ കൊടുത്തിരിക്കാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.